മനുഷ്യർക്കൊരു കാഴ്ചപ്പാടുണ്ട്, എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ എന്ന്. നാടെങ്ങനെയാണോ ആ നാട്ടിനൊപ്പം ഞാനും, സമൂഹം അങ്ങനെയാണോ ആ സമൂഹത്തിനൊപ്പം ഞാനും, എല്ലാവരും അങ്ങനെയാകുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളൊരു ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ല പറഞ്ഞത്. ലാ തകൂനു ഇംഅതൻ വതിനു അൻഫുസകും എന്നാണ് റസൂൽ പറഞ്ഞത്. അഥവാ നിങ്ങൾ അവരെങ്ങനെയാണോ ഞാനും അങ്ങനെയാകട്ടെ, നാടെങ്ങനെയാണോ ഞാനും നാടോടൊപ്പം ആവട്ടെ, സമൂഹത്തിൽ ഭൂരിഭാഗവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാനെന്തിനതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ചിന്തയെ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വതിനു അൻഫുസകും, നിങ്ങളെ വ്യക്തിത്വം നിങ്ങൾ നിലനിർത്തണം, പേഴ്സണാലിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്. അതല്ലേ റസൂല് പറഞ്ഞത്, അന ആഖിദും ബിഹുജ്സികും വഅൻതും തഫ്ബിതൂന മിൻ യദി. നിങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ ചാടാൻ പോവുകയാണ്, എടുത്ത് ചാടിക്ക് നിങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നിങ്ങളെ അരക്ക് കൂട്ടി പിടിച്ചു നിർത്തുന്നു എന്ന് റസൂല് പറഞ്ഞു. എന്നിട്ടും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു വാക്കല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ആലോചനകള്, നമ്മുടെ കൂട്ടുകെട്ടുകള്, നമ്മുടെ സംസ്കാരങ്ങള്, ഇതെല്ലാം തിന്മയിലേക്ക്, നരകത്തിലേക്ക് എത്തുന്ന മാർഗത്തിലേക്ക് പോകാനാണ് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മരക്ക് കൂട്ടി പിടിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു വാക്കാണ് റസൂല പറഞ്ഞത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു ഭയപ്പാട്, അത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഒന്നെങ്കിൽ ഉയർത്തപ്പെട്ടു പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയപ്പാട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നതുകൊണ്ടാണ്.